തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ തങ്ങൾക്ക് ലഭിച്ച തെളിവുകളെല്ലാം മാതാപിതാക്കൾ പേട്ട പോലീസിനെ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ IB ഉദ്യോഗസ്ഥയുടെ പിതാവ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്നത് ഇതുവരെയും കേസ് ചാർജ് ചെയ്തിട്ടില്ല. അതിനുവേണ്ട എല്ലാ നടപടികളും അവർ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ജാമ്യ ഹർജി എത്തുന്ന നിമിഷത്തിലേക്ക് വേണ്ട റിപ്പോർട്ടുകളെല്ലാം ഹൈക്കോടതിക്ക് കൈമാറും. തുടർന്ന് ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും എന്നാണ് നമ്മുടെ പോലീസിൽ നിന്ന് ഇപ്പോഴത്തെ അറിവ്. മകൾ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചെന്നതായും അവിടെ ചില ചികിത്സകൾക്ക് വിധേയമായതായും മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചിരുന്നല്ലോ. അവിടെ ചെന്നപ്പോൾ ആ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടി തെളിവുകൾ ഹാജരാക്കിയതിൽ ഒന്ന് വിവാഹ ക്ഷണക്കത്തായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ശരിയാണോ? അത് നമ്മൾ അവിടെ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ ഉപയോഗിച്ചിരിക്കുക. അതിനുവേണ്ടി ഈ ചികിത്സ കിട്ടാൻ വേണ്ടി ആയിരിക്കും. കാരണം അദ്ദേഹം നേരിട്ട് അവിടെ ഹാജരാകാത്ത സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് ഇല്ലാതെ ഹോസ്പിറ്റലുകാർ ചെയ്യില്ല. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് കുട്ടിയുടെ ബാഗിൽ നിന്നാണോ കണ്ടെത്തിയത് ഈ ക്ഷണക്കത്ത്? കുട്ടിയുടെ ഹോസ്റ്റലിൽ നിന്നുള്ള അവരുടെ ഉണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് ഇത് കിട്ടിയത്. ഈ പ്രതിയായിട്ടുള്ള സുഗാന്ത് എന്ന ആൾ അമ്മയ്ക്ക്, അതായത് IB ഉദ്യോഗസ്ഥരുടെ അമ്മയ്ക്ക് സന്ദേശം അയച്ചിരുന്നോ മൊബൈലിൽ? അതെ, അത് നമ്മൾ വക്കീലിന് കൈമാറിയിട്ടുണ്ട്. ഇതിനെ ശക്തമായി എതിർക്കാൻ പറ്റിയ ഒരു നല്ല തെളിവായിട്ട് ആ ഒരു മെസ്സേജ് നമ്മൾ വക്കീലിന് കൈമാറിയിട്ടുണ്ട്. ആ സന്ദേശത്തിൽ ഉള്ളടക്കം എന്തായിരുന്നു? അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളത് അതിപ്പോൾ നമ്മൾ പറയുന്നില്ല. അത് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അത് കിട്ടും. അറിയാൻ കഴിഞ്ഞത് വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ളതല്ല, കുറച്ച് സമയം വേണം, എനിക്ക് പഠിക്കണം, അതുകൊണ്ട് മകളെ പറഞ്ഞു മനസ്സിലാക്കൂ, മകൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കൂ, ആ അർത്ഥത്തിലുള്ളൊരു മെസ്സേജ് ആയിരുന്നോ അയച്ചത്? പിന്നീട് താല്പര്യമില്ലാത്ത രൂപത്തിൽ ഞാൻ അതിനെ പിന്മാറാൻ തയ്യാറാണ്, അതുകൊണ്ട് അവളെ കൗൺസിലിംഗ് തയ്യാറാക്കി പഴയ രീതിയിലാക്കൂ എന്ന രീതിയിലാണ് ആ മെസ്സേജ് പറയുന്നത്. ഇത് കൗൺസിലിംഗ് കൊടുക്കണം എന്ന് പറഞ്ഞത് സുഗാന്തുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണം. അതുകൊണ്ട് സുഗാന്ത് പറഞ്ഞിട്ട് പിന്മാറാൻ തയ്യാറായി അവൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഒരു കൗൺസിലിംഗ് കൊടുത്ത് അതിൽ നിന്ന് മാറണം, ആ രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നാണ് ആ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. ആ സന്ദേശം അമ്മയുടെ മൊബൈലിലേക്ക് വന്നതിന് ശേഷവും ഇവർ തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടോ? അതിൽ നിന്ന് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അവർ പിന്നീട് യാത്ര ചെയ്യുന്നു. അവസാനം അതിനുശേഷവും ഇവിടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഫുള്ളായിട്ട് പിൻവലിച്ചതായിട്ടും അതിൽ കാണുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഈ സുഗാന്ത് എന്ന് പറഞ്ഞ ആൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, പഠനമാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം മാതാവിന് അയച്ചതിന് ശേഷം അങ്ങനെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് പൈസയും ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ 28-ാം തീയതി അതിനുശേഷവും പൈസയും മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അമ്മയെ കളിപ്പിക്കാനുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സുഗാന്ത് ശരിക്കും എന്തായിരിക്കും ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു സന്ദേശം അയച്ചതിൽ? പലരുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ അറിഞ്ഞത്. അപ്പോൾ ഒരു ടൈം പാസ് പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് ആയിരിക്കും ഉദ്ദേശം. മറ്റു പല യുവതികളുമായും സ്നേഹബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അന്വേഷണത്തിൽ തെളിഞ്ഞത്. അത് മാതാപിതാക്കൾ നേരിട്ട് അന്വേഷിച്ചറിഞ്ഞാണോ പോലീസിൽ നിന്ന് വ്യക്തമായതാണോ? പോലീസിൽ, അതായത് ഇവരുടെ അന്വേഷണ ഏജൻസിയിൽ നിന്നും നമുക്ക് കിട്ടിയ വിവരങ്ങളാണ്. ഇപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സ തേടി അതിനുശേഷം തിരികെ വരുന്നു, പിന്നീട് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ വരുന്നു. അപ്പോൾ മകളുടെ ഒരു പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നില്ല എന്താണ് എന്നുള്ളത്? മകള് പറയുന്നത് അത് ഇവന് വേണ്ടി ഇഷ്ടമാണ്, കല്യാണത്തിനാണ്, പക്ഷേ അല്പം കൂടെ ടൈം വേണ്ടി വരും, അവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ടൈം വേണം. അപ്പോൾ ടൈം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, നമ്മളും കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ആ ചികിത്സ കിട്ടിയതിന്റെ രേഖകൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ? ഇപ്പോഴും ഉണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ഏത് ടൈപ്പിലുള്ള ചികിത്സയാണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞില്ല. പക്ഷേ പോലീസിൽ നിന്ന് അതെല്ലാം കളക്ട് ചെയ്ത് ഡോക്ടറെ ചോദ്യം ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അത് ആ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയെന്ന് തന്നെയാണോ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് നടത്തുന്നതിന് വേണ്ടിയാണ് ഈ വ്യാജ ക്ഷണക്കത്ത് തയ്യാറാക്കിയത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ നേരിട്ട് കാണാത്തത് കൊണ്ട് അതിനുവേണ്ടി തന്നെയാണ് തയ്യാറാക്കിയെന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നു. അതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപക്ഷെ സുഗാന്ത് IB ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കാം, അതായത് ഇങ്ങനെ ഒരു ചികിത്സ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജ തെളിവ് ഹാജരാക്കിയെങ്കിലേ പറ്റൂ. അപ്പോൾ കുട്ടിയുടെ അറിവോടുകൂടി ആയിരിക്കുമോ അങ്ങനെ ഒരു ക്ഷണക്കത്ത് അയാൾ തയ്യാറാക്കിയത്? സാധാരണ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയാൽ മാത്രമേ ഇത് ഇങ്ങനെയുള്ള ചികിത്സ നൽകുകയുള്ളൂ. അപ്പോൾ ആള് ചികിത്സയ്ക്ക് വേണ്ടി കൃത്രിമമായി തയ്യാറാക്കി ആൾക്ക് ഹാജരാകാൻ സാധിക്കില്ല എന്ന് ഡോക്ടറെ പറഞ്ഞ് ഇത് റെഡിയാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ അത് തയ്യാറാക്കേണ്ടി വന്നത് എന്നാണ് നമ്മുടെ അറിവ്. സുഗാന്ത് മുൻകൂർ ജാമ്യാപേക്ഷയാണല്ലോ നൽകിയിരിക്കുന്നത്, അതിനെ എതിർത്തുകൊണ്ട് ഹർജി ഫയൽ ചെയ്തോ?
ചെയ്തു അതിന് നമ്മുടെ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു രീതിയിലും സുഗാന്തിന് ജാമ്യം ലഭിക്കരുതെന്ന് തന്നെയാണ് നിലപാട്. അത് ഉറപ്പല്ലേ, യാതൊരു കാരണവശാലും ജാമ്യം അതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ കയ്യിൽ കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ആശുപത്രിയിലെ രേഖകൾ, ഈ ക്ഷണക്കത്ത്, അതിനപ്പുറത്തുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓരോ ദിവസവും ഓരോരുത്തരെ ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കുകയാണ്. ഇന്നും വന്നതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പലയിടത്തു നിന്നും കിട്ടുന്ന രേഖകൾ ശേഖരിച്ച് വക്കീലിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഏതായാലും നിയമ നടപടികൾ തുടരാൻ തന്നെയാണ് IB ഉദ്യോഗസ്ഥയുടെ മാതാപിതാക്കളുടെ തീരുമാനം. കിട്ടുന്ന തെളിവുകളെല്ലാം അവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.